ആശാവർക്കർമാരുടെ സമരം ഈ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഈ തിരുവനന്തപുരത്ത് നടക്കുകയാണല്ലോ. ഇതിനോടകം തന്നെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിൽക്കുന്ന മനുഷ്യരുടെ അഭിപ്രായങ്ങൾ അതോടനുബന്ധിച്ച് വന്നിട്ടുണ്ട്. ചാനലുകൾ ഏകദേശം എല്ലാം തന്നെ അവരുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ സമരത്തെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ഒരു തൊഴിലാളി സമരം എന്ന നിലയിൽ നോക്കുമ്പോൾ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ ഈ സമരത്തിൻ്റെ മുമ്പിലുണ്ട്. അതിലൊന്ന്, ഈ സമരം ചില കാര്യങ്ങളെ മനഃപൂർവ്വം കള്ളം പറയുന്നു എന്നുള്ളതാണ്. സാധാരണ തൊഴിലാളി സമരങ്ങളുടെ ഒരു പ്രത്യേകത, അത് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതോ അംഗീകരിക്കാൻ പറ്റുന്നതോ ഒക്കെ ആവാം. ഒരുപക്ഷെ തൊഴിൽദായകർക്ക് അത് ഹാംഫുള്ളോ മൊത്തം തൊഴിൽ സംവിധാനത്തിന് തന്നെ അപകടകരമായോ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഉന്നയിച്ചെന്ന് വരാം. പക്ഷേ ഉന്നയിക്കുന്ന കാര്യം സത്യസന്ധമായിരിക്കും, അല്ലെങ്കിൽ അത് ആരിൽ നിന്നാണോ അത് ലഭിക്കേണ്ടുന്നത് അവർക്ക് നേരെയുള്ളതായിരിക്കും. അത്തരത്തിലുള്ള ചില സത്യസന്ധമായ നിലപാടുകൾ തൊഴിലാളി സമരങ്ങൾക്കുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം ആ നിലയിൽ സത്യസന്ധമല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. അതിന് കാരണം, ആശാവർക്കർമാരെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. അത് സ്റ്റേറ്റുകളിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ സ്റ്റേറ്റിൻ്റെ ഒരു വിഹിതം കൂടെ നിശ്ചയിച്ചുകൊണ്ടാണ് ആ പദ്ധതി നിൽക്കുന്നത്. അടിസ്ഥാനത്തിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്ന തുകയേക്കാൾ വളരെ വലിയ ഒരു തുക സംസ്ഥാന ഗവൺമെൻറ്റുകൾ ആ പദ്ധതിക്ക് വേണ്ടി മുടക്കുന്നുമുണ്ട്. എന്നിട്ട് കൂടിയും നാമമാത്രമായ സഹായം മാത്രം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെ ഇതിൽ പരാമർശിക്കപ്പെടാതെ, അവർക്കു നേരെ ഒരു മുദ്രാവാക്യം പോലും വിളിക്കാതെ, അനുവദിച്ച് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളുടെയോ അവകാശങ്ങളുടെയോ പട്ടികയിൽ അത്തരമൊരു കാര്യം നിഴലിക്കുക പോലും ചെയ്യാതെ ആണ് ഈ സമരം നടക്കുന്നത് എന്നുള്ളതും, ആ സമരത്തിൻ്റെ വേദിയിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും വന്ന് നൃത്തം ചവിട്ടി പോകാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഈ സമരം മുന്നോട്ട് കൊണ്ടുവരുന്ന തെറ്റായ ഫോക്കസിനെ ആണ് ഒന്നാമതായി കാണിക്കുന്നത്. അത് കേരള ഗവൺമെൻറ്റിന് നേരെ മുഖം തിരിച്ച് നടത്തേണ്ടുന്ന സമരമല്ല. ഒരു രണ്ടാമത്തെ ഗോൾ എന്ന നിലയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കൾപ്രിറ്റ് ആരാണ്? തീർച്ചയായിട്ടും അത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ആ നിലയിലുള്ള യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളും ഈ സമരസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. രണ്ട്, ഈ സമരവുമായി ഉയർന്നു കേൾക്കുന്ന മറ്റു ചില പ്രശ്നങ്ങളാണ്. അതിലൊന്ന്, ഇതിന് നൽകുന്ന വേതനത്തെ സംബന്ധിക്കുന്നതാണ്. ഓണറേറിയമാണ് ഇതിന് നിശ്ചയിച്ചിട്ടുള്ളത്. ഓണറേറിയം നിശ്ചയിക്കുന്നത് കൊണ്ട് തന്നെ തൊഴിൽ സന്നദ്ധ സേവനത്തിൻ്റെ പട്ടികയിൽ വരുന്നതാണ്. ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നതാണ് മാധ്യമങ്ങൾ എല്ലാ വൈകുന്നേരങ്ങളിലും നമ്മളോട് ചോദിക്കുന്നത്. ഞാൻ ഉന്നയിക്കുന്നൊരു ചോദ്യം, കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ റിക്രൂട്ട് ചെയ്തിട്ടുള്ള പാർട്ട് ടൈം സ്വീപ്പർമാരുണ്ട്. ഒരു പാർട്ട് ടൈം സ്വീപ്പറിന് കിട്ടുന്ന ശമ്പളം 13,000 രൂപയാണ്. ഒരു പാർട്ട് ടൈം സ്വീപ്പർ എല്ലാ വർക്കിംഗ് ഡേയ്സിലും രാവിലെ 8 മണിക്കോ 8:30ക്കോ ഓഫീസിലെത്തുകയും ഓഫീസും അതിൻ്റെ പരിസരവും വൃത്തിയാക്കുകയും അവിടുത്തെ ബാത്റൂം വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് 11:30 മണി വരെ ഇരിക്കണം. നേരത്തെ അത് 12:30 1 മണി വരെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് 11:30 ആക്കിയിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന ശമ്പളം 13,000 രൂപയാണ്. കേരളത്തിൽ എത്രമാത്രം സർക്കാർ ഓഫീസുകളുണ്ട്? ചില ഓഫീസുകളിൽ ഒന്നിൽ കൂടുതൽ സ്വീപ്പർമാരുണ്ട്. അപ്പോൾ ഇവരെ ആരെയും വിളിച്ചു കൂട്ടിയിട്ട് ആരും ഒരു മാധ്യമപ്രവർത്തകനും ചോദിക്കുന്നില്ല, ഈ 13,000 രൂപ കൊണ്ട് എങ്ങനെ നിങ്ങളൊരു ദിവസം വീട് കഴിയുമെന്ന്. പാർട്ട് ടൈം സ്വീപ്പർമാരെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു PSC പരീക്ഷ എഴുതി വരുന്നതിനേക്കാൾ കഠിനമായ പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. അവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണ്. അവിടുന്ന് ലിസ്റ്റ് വിളിച്ചു വരുത്തും. ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ 10-12 ആളുകളുടെ ലിസ്റ്റ് ഇടും. അവരെ ഇൻ്റർവ്യൂ ചെയ്യും. ആ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് ചില മെറിറ്റ്സുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. വിധവയാണെങ്കിൽ അതിന് പോയിൻ്റുണ്ട്. പെൺമക്കളും അങ്ങനെ മറ്റു ബാധ്യതകളുള്ളവർ, BPLൽ വരുന്നവർ, ന്യൂനപക്ഷ സമൂഹങ്ങളിൽ നിന്ന് വരുന്നവർ, ഇത്തരത്തിലുള്ള പല മെറിറ്റുകൾ പരിശോധിച്ചിട്ടാണ് അവരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്.
ചോദിക്കുന്നത്. കേരളത്തിലെ ആശാവർക്കർമാരെ അല്ലെങ്കിൽ ഇന്ത്യയിലെമ്പാടുമുള്ള ആശാവർക്കർമാരെ ഏതെങ്കിലും അത്തരം റിക്രൂട്ടിംഗ് പദ്ധതികളിലൂടെ വന്നവരല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ പാർട്ട് ടൈം സ്വീപ്പർമാരുടെ കണക്കെടുത്താൽ അവരിൽ 90% വളരെ താഴ്ന്ന ജീവിത നിലവാരത്തിൽ വരുന്നവരും കടുത്ത ജീവിത ബാധ്യതകളുള്ളവരുമാണ്. അവർക്ക് കിട്ടുന്ന ശമ്പളം 13,000 രൂപയാണ്. അവരെ PSCക്ക് സമാനമായ ഒരു റിക്രൂട്ടിംഗ് പ്രോസസ്സിലൂടെ കടന്നു വന്ന് അപ്പോയിൻ്റ് ചെയ്ത സർക്കാർ ജോലിക്കാരാണ്. ആരും ചോദിക്കുന്നില്ല അവർക്ക് എന്തുകൊണ്ട് 13,000 രൂപ മാത്രമേ ശമ്പളം കിട്ടുന്നുവെന്ന്. അത് ആശാവർക്കർമാർക്ക് കിട്ടുന്ന ശമ്പളം 13,000-ന് മുകളിലാണ്. അത് ഓണറേറിയമാണ്, ശമ്പളമല്ല. അവരിത്തരം ഒരു റിക്രൂട്ടിംഗ് പ്രോസസ്സിലൂടെ കടന്നു വന്നവരല്ല. അവർക്ക് മറ്റ് ജോലികൾ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ കണക്ക് വന്നു കഴിഞ്ഞു. പലരും പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്, പഞ്ചായത്ത് മെമ്പർമാരാണ്, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ആളുകളാണ്, മറ്റു വീടുകളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരാണ്, മറ്റു ജോലികൾ ചെയ്യുന്നവരാണ്. ഇങ്ങനെ പല ജോലികൾ ചെയ്യുന്നതിനുള്ള സമയം അവർക്ക് ബാക്കിയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ വർക്കിംഗ് ഡേയ്സിൽ രാവിലെ വന്ന് ഒരു രജിസ്റ്ററിൽ ഒപ്പിട്ട് ഒരു കൃത്യസമയം ഒരു ഓഫീസിലും പണിയെടുക്കുന്നവരല്ല അവർ. അവർക്ക് ഫീൽഡ് വർക്കാണുള്ളത്. അത് ഏതെങ്കിലും സമയത്ത് പൂർത്തിയാക്കിയാൽ മതി. അപ്പോൾ വേതനത്തെക്കുറിച്ചായിരുന്നാലും തൊഴിൽ സ്വഭാവത്തെക്കുറിച്ചായിരുന്നാലും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സമ്പൂർണ്ണമായി കള്ളമാണ് എന്നുള്ളതാണ്. അതേസമയത്ത് ആ തൊഴിൽ മേഖലയിൽപ്പെട്ട 26,000-ൽ പരം മനുഷ്യർ ഉണ്ട്. സ്ത്രീകളാണ് അവരെല്ലാം തന്നെ. ജീവിതത്തിൻ്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ഇതൊരു തൊഴിൽ മേഖലയായി വികസിച്ചു വരികയും ഒരു പെർമനൻ്റ് ജോലിയായി അതിനെ പരിഗണിക്കുകയും ചെയ്യണമെന്ന അഭിപ്രായം എനിക്കുമുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് ഉണ്ടായി വരേണ്ടത്? അത് ഓണറേറിയം വാങ്ങുന്ന ആളുകൾ എന്നതിൽ നിന്ന് അപ്പോയിൻ്റ് ചെയ്ത് ജോലി ആയിട്ട് അതിനെ ഫുൾ ടൈം ജോലിയായി അത് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിനൊരു സ്കെയിൽ ഓഫ് പേ ഉണ്ടാവും, അതിനൊരു മിനിമം സാലറി ഉണ്ടാവും. മിനിമം 21,000 22,000 രൂപ ശമ്പളം ലഭിക്കുന്ന തരത്തിലേക്ക് ഒരു ഹൈക്ക് അതിനകത്ത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് അവർ ഒന്നാമതായി ആവശ്യപ്പെടേണ്ട ഒരു കാര്യം. പക്ഷേ തൊഴിൽ പൂർണ്ണസമയ തൊഴിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. അവിടെ അവർക്ക് മറ്റു ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും പിന്നെ തൊഴിലുറപ്പ് പദ്ധതി പോയിക്കൊണ്ട് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദിവസം വയ്യ, എനിക്ക് 12 മണി വരെ കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല. രാവിലെ വന്ന് ഓഫീസിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെല്ലുകയും അവിടെ ഒപ്പുവയ്ക്കുകയും ചെയ്യേണ്ടി വരും. അതിൻ്റെ മുകളിൽ അത് മോണിറ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സിൽ കൃത്യമായി ക്രൈറ്റീരിയ വരും. അതിനെ റിക്രൂട്ട് ചെയ്യുന്നതിനൊരു ഏജൻസി ഉണ്ടാവും. ഏതെങ്കിലും തരത്തിൽ അത് ഫിൽട്ടർ ചെയ്യപ്പെടും. ഇപ്പോൾ അപ്പോയിൻ്റ് ചെയ്തതുപോലെ മെമ്പർക്കോ അല്ലെങ്കിൽ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിനോ താല്പര്യമുള്ള ഒരാളെ വച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ നിന്നതുപോലെയുള്ള ഒരു രീതിക്കായിരിക്കില്ല. അതൊക്കെ മാനദണ്ഡങ്ങൾ വരും. മാത്രമല്ല തൊഴിലിൻ്റെ കാര്യം നോക്കൂ. ഇപ്പോൾ രാവന്തിയോളം പണിയെടുക്കുന്നു എന്ന വാദമാണ് ആശാവർക്കർമാരെക്കുറിച്ച് മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം, നിങ്ങൾ റാൻഡമായി 10 ആശാവർക്കർമാരുടെ ഡയറി വിളിച്ചു വരുത്തി, അവരുടെ വർക്ക് ഡയറി വിളിച്ചു വരുത്തി പരിശോധിച്ച് നോക്കൂ. ഒരു ഫുൾ ടൈം ജോലിക്കാരൻ ചെയ്യുന്ന അത്രയും ജോലിക്കാരനോ ജോലിക്കാരിയോ ചെയ്യുന്ന അത്രയും ജോലി അവരുടെ തൊഴിൽ സംവിധാനത്തിലുണ്ടോ? തീർച്ചയായും ഇല്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അതിനൊരു ഫുൾ ടൈം ജോലിയാക്കുമ്പോൾ കൂടുതൽ അസൈൻമെൻറ്റുകൾ അതിനകത്തേക്ക് കൊടുക്കേണ്ടി വരും. സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ചില അസൈൻമെൻറ്റുകൾ അധികമായി കൊടുത്തിരുന്നത് അതൊരു പൂർണ്ണസമയ ജോലിയാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിനാണ്. അങ്ങനെയാണ് ഒരു തൊഴിൽ മേഖല ഡെവലപ്പ് ചെയ്യുന്നത്. ഒരാൾക്ക് തൊഴിലെടുക്കുന്നതിന് ഒരു തൊഴിൽ അവസരം ഡെവലപ്പ് ചെയ്യുന്നത് അത് ധാരാളം തൊഴിൽ കാര്യങ്ങൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇതാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. കഴിഞ്ഞ ഈ സമരം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അവരുന്നയിച്ചത് അധികമായി ഏൽപ്പിച്ച തൊഴിലുകൾ ഒഴിവാക്കണമെന്നതാണ്. അത് ഒഴിവാക്കുകയും ചെയ്തു. അത് ശരിയാണ് ഒഴിവാക്കിയത്. കാരണം ഇപ്പോൾ കൊടുക്കുന്ന ഓണറേറിയം വെച്ച് അധികം ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല. പക്ഷേ സ്കെയിൽ ഉയർത്തുകയും ഒരു പൂർണ്ണസമയ ജോലിയായി അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിൽ ഇപ്പോൾ അസൈൻ ചെയ്തിരിക്കുന്ന ജോലി കൊണ്ട് മാത്രം അതൊരു പൂർണ്ണസമയ ജോലി ആയിട്ട് നിൽക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് പൊതുമധ്യത്തിൽ വരേണ്ടുന്നൊരു കാര്യം. അതിലേക്ക് കൂടുതൽ തൊഴിൽ കാര്യങ്ങൾ അസൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു സ്കെയിലിൽ പൂർണ്ണസമയ ജോലിയായി അത് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ നിലയിൽ അവർക്ക് തൊഴിലുറപ്പുണ്ടാവേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് അതിനെ ഒരുപക്ഷെ INTUC-യും CIT-യും ഒക്കെ ഉന്നയിക്കുന്നത് ആ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും ഒക്കെ എല്ലാ ദിവസവും അവിടെ സന്ദർശിച്ച് അതിന് സപ്പോർട്ട് കൊടുക്കുമ്പോഴും INTUC സമരത്തിൽ പങ്കെടുക്കാത്തത്?
INTUC ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു ട്രേഡ് യൂണിയനാണ്. അവർക്ക് ഇതുപോലെ ഒരു കള്ള ബാനറിൽ സമരം ചെയ്യാൻ പറ്റത്തില്ല. ഒരു തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തി അവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ തൊഴിലാളി സമരങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, രാഷ്ട്രീയമായി വളരെ ഭിന്നതകൾ പുലർത്തുന്ന ആളുകൾ പോലും തൊഴിൽ മേഖലയിൽ യോജിച്ച് നിൽക്കുന്ന കാണാം. BJPയും HMSഉം INTUCയും CITയും AITUCയും എല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ്? തൊഴിലിലെ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ പ്രശ്നങ്ങളാണെന്നും അത് ശരിയുടെ ഒരു പക്ഷം അതിലുണ്ടെന്നും അത് തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്നുമുള്ള നിലയിലാണ്. അത് കള്ളം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാപ്പട്യം കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഏതെങ്കിലും ഈ നേരത്തെ ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ കളിയാക്കുന്നത് പോലെ ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾക്കോ ഏതെങ്കിലും പ്രത്യേക പേപ്പർ സംഘടനകൾക്കേ പറ്റുകയുള്ളൂ. അല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ആളുകളോട് ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള സംഘടനകൾക്ക് അത് പറ്റത്തില്ല. ഇവിടുത്തെ ആശാ വർക്കർ സമരം കള്ളങ്ങൾ പറയാൻ വേണ്ടി മാത്രം നാവ് തുറന്നു വച്ചിരിക്കുന്ന മാധ്യമങ്ങൾ കൂടെ ഉണ്ട് എന്ന് ഉള്ളത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്. അത് യാഥാർത്ഥ്യത്തിലേക്ക് വരണം. ആ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ തൊഴിലിന് ഉറപ്പ് കിട്ടണം, അവർക്ക് മിനിമം വേതനം കിട്ടണം, അതൊരു തൊഴിൽ മേഖലയായി ഗവൺമെൻറ് അംഗീകരിക്കപ്പെടണം, പൂർണ്ണസമയ ശമ്പളം ലഭിക്കണം എന്നത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ അതിപ്പോൾ ഉന്നയിക്കുന്നത് പോലെ കാപട്യങ്ങളുടെ പേരിൽ നടത്തേണ്ടുന്ന ഒരു സമരമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല.